ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൺബോക്സിംഗ് ബൈ ഷെറിൻ. അപ്പം ഇന്നത്തെ വീഡിയോയിലും പാക്കേജ് കാണുമ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള പ്രോഡക്റ്റാണ്. ഫ്ലിപ്കാർട്ടിൽ കൂടുതൽ ഓഫേഴ്സ് കാണുന്നുണ്ട്, അതിൽ നിന്ന് കൂടുതൽ വാങ്ങുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതോ ഒന്നുമല്ല. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഓർഡർ ചെയ്യുന്നതും ചിലതൊക്കെ എനിക്ക് അൺബോക്സ് ചെയ്യാൻ തരുന്നുണ്ട്. അപ്പം അതങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പ്രോഡക്റ്റ്സൊക്കെ കിട്ടുന്നത്. ഇതും നമ്മുടെ ഒരു കസിൻ ഓർഡർ ചെയ്തിട്ട് എനിക്ക് അൺബോക്സ് ചെയ്യാനായിട്ട് തന്നതാണ്, ഞാൻ വാങ്ങിച്ചാണ്. അപ്പം നേരിലായില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പാക്കേജ് കാണുമ്പോൾ മനസ്സിലായി കാണും, ഓൾറെഡി പൊട്ടിച്ചാണ്. അതിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ മൊത്തം പോളിസി അനുസരിച്ച് ഡെലിവറിക്ക് വരുന്ന ആൾ പൊട്ടിച്ച് കാണിച്ച് ഉറപ്പ് വരുത്തണം കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാക്കിയോണ്ടാണിത്. നേരെ നമുക്ക് പാക്കേജ് തുറക്കാം. വേറെ ഒന്നും പ്രത്യേകിച്ച് തന്നിട്ടില്ല. ചെറിയൊരു എൻ്റെ കയ്യിൽ വെച്ച് തന്നെ മനസ്സിലാവും, ഒരു ചെറിയൊരു പാക്കേജിങ്ങാണ്. ബോട്ടിൻ്റെ സ്റ്റെർലിംഗ് പ്രോ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റാണിത്. ഇവിടെ നമുക്ക് കാണാം മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റാണ്. നമുക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാം. മെയ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിലും ഒറിജിൻ ചൈന ആയിട്ടല്ലോ. ഒരു ഡീറ്റെയിൽസ് 1 year വാറൻറ്റി ഉണ്ട്, ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്, റൗണ്ടാണ്, അമോലെഡ് സ്ക്രീനാണ്, IP68 ഉണ്ട്, ഹാർഡ് മോണിറ്ററിംഗ് ഉണ്ട്, അങ്ങനെ പല ഫീച്ചേഴ്സും ഉണ്ട് ഇതിന്. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട്. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ പോസ്റ്റ് ചെയ്ത് വെച്ച് വാങ്ങിക്കുക. നമുക്ക് ഇത് ഓപ്പൺ ആക്കാം. ഇതാണ് വാറൻറ്റിയുടെ കാർഡ് വരുന്നത്. മാറ്റിയേക്കാം. ഇതെൻ്റെ യൂസർ മാനുവലാണ്, നമുക്ക് വായിച്ച് നോക്കണ്ട. നമ്മൾ എല്ലാവർക്കും കിട്ടുന്നൊരു സാധനം, അത്രേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ ഇങ്ങനെ യൂസർ മാനുവൽ നല്ല സാധനം കിട്ടും, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്ന അത്രേ ഉള്ളൂ. ഇതാണ് നമുക്ക് വാച്ച്. നമുക്ക് ആദ്യം ഈ ആക്സസറീസ് നോക്കിയിട്ട് വാച്ചിലേക്ക് ഇറങ്ങാം. ഇവരുടെ ബോട്ടിൻ്റെ എല്ലാ പാക്കേജിങ്ങും ഈ ബ്ലൂ കളർ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ആക്സസറീസ് കേബിൾ മാത്രമേ കാണത്തുള്ളൂ ആക്സസറീസിൽ. കേബിൾ മാത്രമല്ല, ഇപ്പം ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത് നമ്മുടെ സാധാ കേബിൾ തന്നെയാണ്. സാധാ ചാർജറും കേബിളാണ്. മറ്റേ മാഗ്നറ്റുള്ള ടൈപ്പിലെ കേബിൾ ചാർജറാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം അൺബോക്സ് ചെയ്ത വാച്ച് പോലെ ഇതിന് ഒരു എക്സ്ട്രാ ഒരു സാധനമുണ്ട്. ഇത് സ്ട്രാപ്പൊക്കെ മുറുക്കാനായിട്ട്, ഇത് വാച്ച് എടുക്കാൻ മനസ്സിലാവും നിങ്ങൾക്ക്, അത് ചെയിനായിട്ടുള്ള സ്ട്രാപ്പാണ്. അതുകൊണ്ട് ഹാഫിൻ്റെ ടൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണിത്. ഇതും അവർ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അതൊരു നല്ല കാര്യമാണ്. പിന്നെ നമ്മുടെ മെയിൻ വാച്ച് നമുക്ക് എടുക്കാം. വേറെ ഒന്നും പ്രത്യേകിച്ച് ബോക്സിൽ അതൊന്നുമില്ല, സിമ്പിൾ പാക്കേജിങ് ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. കാണുന്ന പോലെയല്ല, ഇതിന് വെയിറ്റ് വളരെ കുറവാണ്. വളരെ കുറവാണ്. ഈ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്രയും വെയിറ്റ് ഇല്ല. സാധാരണ ഒരു ലെതർ സ്ട്രാപ്പ് അല്ലെങ്കിൽ റബ്ബറിൻ്റെ സ്ട്രാപ്പുള്ള വാച്ചിൻ്റെ അത്രയും പോലും വെയിറ്റ് ഇല്ല. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഫുള്ളൊന്ന് എഴുതി വന്നിട്ടുണ്ട് ഡിസ്പ്ലേയിൽ. ഇത് മറ്റേ വാച്ച് പോലെ തന്നെ ബാർകോഡ് സ്കാൻ ചെയ്ത് അവരുടെ ആപ്പ് ഇട്ടിട്ട് ഇത് വർക്ക് ചെയ്യുന്നത്. കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. സ്ട്രാപ്പിനൊക്കെ ക്വാളിറ്റി ഉണ്ട്, പക്ഷേ വെയിറ്റ് വളരെ കുറവാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ലോക്ക് അഴിക്കുന്നത്. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുക, ഓപ്പണായി വരും. 1.43 ഇഞ്ചിൻ്റെയാണ്, അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. ഇത് കറക്കാനും പറ്റുന്നൊരു സ്വിച്ചാണ്. വേറെ സ്വിച്ചൊന്നുമില്ല. അതേ താഴെ ഒരു സ്വിച്ചുണ്ട്. വാച്ച് ഫേസ് ആപ്പില്ലാതെയും ഇത് വർക്കാവും. ഫൈൻ. പാട്ട്, ബ്ലൂടൂത്ത്, ഹാർഡ് മോണിറ്റർ, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിന്. ഡയലറ് ചെയ്യാം. വാച്ച് ഫേസസ് ഉണ്ട്, കുറേ ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ മെനു വരുന്നത്. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നതെല്ലാം. സ്പോർട്സ് നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് സ്പോർട്സിൻ്റെ പല
പലതരത്തിലുള്ള സ്പോട്സ് ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഏതാണെന്ന് വെച്ചാൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അനുസരിച്ച് അത് റെഡി ചെയ്യും. ഇത് കറക്കി കഴിഞ്ഞാൽ ഓരോ വാച്ച് ഫേസസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ താഴെ ലോഗോയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഡിസ്പ്ലേയിലെ ലോഗോ ആണ്, അല്ലാതല്ല. പിന്നെ ഇവിടെ അവരുടെ പേര് കാണാം, ലോഗോ അല്ല പേര്. അത്യാവശ്യം നല്ലൊരു വെയിറ്റ് കുറഞ്ഞ ഒരു സ്മാർട്ട് വാച്ച് നമുക്കിത് ഉപയോഗിക്കാം. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 6:30-ക്കാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ളത് ഞെക്കിയാൽ നോട്ടിഫിക്കേഷൻ എത്തും. അതല്ലാത്തവരും വൈകുന്നേരം 6:30 നമ്മുടെ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വാങ്ങാൻ താല്പര്യമുള്ളവരൊന്ന് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ സൈറ്റിൽ കിടക്കുന്ന ഫോട്ടോസും പിന്നെ ഞാൻ എടുത്ത ഫോട്ടോസും ഈ വീഡിയോയുടെ എൻഡിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. വാച്ചിൻ്റെ ഫോട്ടോസ്, ആക്സസറീസിൻ്റെ എൻഡിൽ വാച്ചിൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയുടെ അടുത്ത് വെള്ളിയാഴ്ച കാണാം. അതുവരേക്കും താങ്ക് യു.